KSRTC ബസ്സിൽ കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്ത അനുഭവമാണ്. വെഞ്ഞാറമൂട് KSRTC ഡിപ്പോയുടെ നേതൃത്വത്തിലുള്ള വിനോദയാത്രയെപ്പറ്റി യാത്രക്കാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒരു വർഷത്തിനിടെ 100ാമത്തെ വിനോദയാത്രയുമായി ഇല്ലിക്കൽ കല്ലിലും ഇലവീഴ പൂഞ്ചിറയിലും എത്തിയിരിക്കുകയാണ് ഇവർ. വിനോദയാത്ര പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? എന്നാൽ ആ യാത്ര ഒരു KSRTC ബസ്സിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടാകും? ഇവിടെ ഇതാ ഒന്നല്ല 3 KSRTC ബസ്സുകളിലായി ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയും ഒക്കെ കാണാനായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം വിനോദസഞ്ചാരികൾ. പലരും പല കുടുംബങ്ങളിൽ നിന്നുമുള്ളവർ, ആദ്യമായി പരസ്പരം കാണുന്നവർ പോലുമുണ്ട് ഈ കൂട്ടത്തിൽ. നിരന്തര യാത്രയിലൂടെ ഒരു കുടുംബമായി മാറിയവർ വേറെയും. വെഞ്ഞാറമൂട് KSRTC ഡിപ്പോയുടെ നേതൃത്വത്തിൽ നടത്തിയ 100ാമത്തെ ഉല്ലാസയാത്രയാണ് യാത്രക്കാരൊന്നാകെ ചേർന്ന് അവിസ്മരണീയമാക്കിയത്. യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു. 60കാരിയെല്ലാം വരുന്ന ആ അവശതകൾ മറന്ന് 16കാരിയായും 16കാരനുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉത്തേജനമാണ് കൊടുക്കുന്നത്. ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് വെഞ്ഞാറമൂട് KSRTC ഡിപ്പോയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വിനോദയാത്രയൊരുക്കിയത്. ഒരു വർഷത്തിനിടെ ഇവരുടെ 100ാമത്തെ വിനോദയാത്ര. 50ലധികം വിനോദയാത്രകൾ നടത്തിയവർ വരെയുണ്ട് ഈ സംഘത്തിൽ. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഇനി വേറെ കേരളത്തിൽ എവിടെ പോകണമെങ്കിലും ഫാമിലി ആയാലും എങ്ങനെ ആയാലും PTC മതി എന്നുള്ളതാണ്. കാരണം സാധാരണ ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊരു ഡെസ്റ്റിനേഷനിൽ വിടും, അവരുടെ ജോലി കഴിഞ്ഞു. ഇത് അങ്ങനെയല്ല, നമ്മളെ വെറുതെ കൊണ്ടുപോകുന്നതല്ല, നമ്മളെ ഒരു ഉല്ലസിക്കാനായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. 1000 പേരടങ്ങുന്ന 6ഓളം വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ ഓരോ യാത്രയും പ്ലാൻ ചെയ്യുന്നത്. ശബരിമലയും മൂകാംബികയും ഒക്കെ സന്ദർശിച്ച സംഘത്തിന്റെ അടുത്ത യാത്ര ഗവിയിലേക്കാണ്. കപ്പൽ യാത്രയുമുണ്ട് മനസ്സിൽ. ചെറിയ വരുമാനം കൊണ്ടും സാധാരണക്കാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി തന്നെ നമുക്ക് പോയി കാണാൻ പറ്റും എന്നതാണ് ഈ KSRTCയുടെ ഈ ബഡ്ജറ്റ് ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്റെ മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി എത്തിയ സംഘത്തിന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. തത്സമയം അഞ്ജലി ജോൺ ചേരുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ്. അതിഗംഭീരമായ ഒരു യാത്രയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്ര ഉത്സാഹത്തിലാണ് ആ അമ്മയും ഒപ്പമുള്ളവരും ഒക്കെ അതിനെപ്പറ്റി പറയുന്നത്, അല്ലേ അഞ്ജലി? നമുക്കും പോകണം ഇങ്ങോട്ട് യാത്ര. അതെ, ഈ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരാണ് ഉള്ളല്ലേ? അതും ഈ പറയുന്ന പോലെ ഒരു KSRTCയിലാണ് ഈ യാത്രയെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു സൈഡ് സീറ്റ്, പാട്ടൊക്കെ കേട്ട് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കുളിര് തോന്നുന്ന ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഈ പലരുടെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കുള്ള ഈ ജീവിതത്തിൽ മാസം കിട്ടുന്ന ലീവുകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു യാത്രക്കായിട്ടുള്ള ഒരു ഓട്ടത്തിലായിരിക്കും എല്ലാവരും. പലപ്പോഴും ഇങ്ങനെ കൂട്ടിവെച്ച് ഒരു മാസം 1-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും, ഈ ഒരു ദിവസം ഇങ്ങനെ ഇന്നയിടങ്ങളിൽ യാത്ര പോകണത്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു പ്ലാനൊക്കെ ഇങ്ങനെ എല്ലാ മാസവും ഇട്ട് വെക്കാറുണ്ട്. ലീവിൻ്റെ ഒക്കെ അനുസരിച്ച് ചെറിയ ചെറിയ യാത്രകൾ പോകും. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഈ അടുത്തിടകളിലായിട്ട് KSRTC ഒരുപാട് ബജറ്റ് ടൂറിസമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ചെറിയ ചെലവിൽ നമുക്ക് ഒരുപാട് പൈസയൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാവില്ല, പക്ഷേ ഒരുപാട് കാഴ്ചകൾ കാണാം. ഒരു പോക്കറ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ പൈസ ചെറിയ രീതിയിൽ മാത്രം ചിലവാകുന്ന രീതിയിലുള്ള യാത്രകളൊക്കെ. മോത്തി എങ്ങനെയാണ് ഇതുപോലെ KSRTCയിലൊക്കെ യാത്രകൾ ചെയ്യാറുണ്ടോ? KSRTCയിൽ യാത്ര ചെയ്തൊരു സാഹചര്യങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ കുറച്ച് കാലങ്ങളായി കഴിയുന്നില്ല എന്നതാണ് സത്യം.